നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ശരണ്യോട് അലീന പറഞ്ഞു, അതെ, ഒരു കാരണവശാലും നീ പിന്നോട്ട് പോകരുത്, നന്നായിട്ട് പഠിക്കണം. അതെ, നീ പഠിക്കാതിരുന്നിട്ടുണ്ട് തോറ്റുപോകുന്ന ആരാന്നറിയാലോ, ഈ ഞാനായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരണ്യക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ശരണ്യ പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ നന്നായിട്ട് പഠിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ഒരു കവറെടുത്ത് ശരണ്യക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്കൊള്ളാന്ന് പറഞ്ഞു. അതെ, ഇത് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാനുള്ള ഒന്നൊന്നും അല്ല, ഇടയ്ക്ക് ഇത് കാണുമ്പം നിനക്ക് എന്നെ ഓർമ്മ വരണം, അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യ അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യ എന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഇതേ ഇത് ആൻറ്റിക്കുള്ളാന്ന് പറഞ്ഞു. എന്തിനാ മോളെ ഈ പൈസ ഇല്ലാത്ത സമയത്ത് അത് മോൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? അതൊന്നും സാരമില്ല, ഇത് വെച്ചോ, പിന്നെ ഇത് അച്ഛനുള്ളൊരു ഷർട്ടാ എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വരുമ്പോഴാണ് എനിക്കൊരു സന്തോഷ സമാധാനം ഉള്ളതെന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ ഇനി ഇറങ്ങട്ടെ, ഇപ്പം തന്നെ കുറച്ച് സമയം വൈകിയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യക്ക് ആ പട വിഷമമായി. ശരണ്യോട് പറഞ്ഞു, നീയും എൻ്റെ കൂടെ ആ വഴി വരെ വാ, നമുക്ക് ഓരോന്നൊക്കെ സംസാരിച്ച് പോകാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന യാത്ര പറഞ്ഞിറങ്ങുവാണ്. ഇതേ സമയത്ത് ബാലേന്ദ്രന്റെ ബബിതയെ വിളിച്ചു. ബബിത എങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല എന്തിയെ കൃഷ്ണ എത്തിയില്ലേന്ന് ചോദിച്ചു. വന്നില്ലച്ചാ, ഇപ്പൊ തന്നെ വരുമായിരിക്കും എന്ന് പറഞ്ഞു. അവൾക്ക് ഇന്നും കൊണ്ട് എക്സാം തീരും, എനിക്ക് ഇന്നും കൊണ്ടല്ല നാളെയും കൊണ്ട് എനിക്ക് തീരത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ല രോഹി എന്തിയെ? രോഹിത് മുറിയിലുണ്ട്. എങ്കില് കൃഷ്ണമോള് വന്നു കഴിയുമ്പോൾ അവളെ രോഹിത്തിനെയും കൂടെ വിളിക്കണം, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് വന്നു. കൃഷ്ണമോള് വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അതെ, രോഹിത്തിനെ കൂടെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോൾ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. ഇപ്പം അതൊക്കെ വിളിക്കും, നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടുമല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭവിത ബാലേന്ദ്രന് കുടിക്കാൻ എടുത്തോണ്ട് കൊടുത്തു. അതെ ഭവിത ചേച്ചി, എനിക്കൂടെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടാ, നിനക്കും തരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി ചായയൊക്കെ എടുത്തോണ്ട് കൊടുക്കുകയാണ്. അതെ, എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കൃഷ്ണമോൾ ചോദിച്ചു, എന്താ അച്ഛാ പറയാനുള്ളത് എന്ന് ചോദിച്ചു. അത് പറയാം. അല്ല അലീന ചേച്ചി എന്തിയെ? അലീന ചേച്ചിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അലീന ചേച്ചി ഇവിടെ ഇല്ല. എവിടെ പോയി? അത് ശരണ്യയുടെ വീട്ടിൽ പോയിക്കുക. അതെന്താ, തനിച്ചാണ് പോയത്? അപ്പൊ രോഹിയേണ്ണ കൊണ്ടുപോയില്ലേ? അവള് തനിച്ചാ പോയത്. അല്ല ഇപ്പൊ വരുമോ അച്ഛാ? ഇപ്പൊ വരുമോ എന്ന് വിളിച്ചു ചോദിക്കണം, കൊല്ലപ്പള്ളിയിലും കൂടെ കയറിയിട്ട് വരത്തുള്ളായിരിക്കും എന്ന് പറഞ്ഞു. ഒരു വിഷമം കൃഷ്ണമോളുടെ മുഖത്തുണ്ടായി. അപ്പോഴേക്ക് രോഹിത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. രോഹിത് വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ? അതെ, എനിക്ക് പറയാനുള്ള കാര്യം, നാളെ അലീന ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞു. പോവാനോ? നാളെയോ? ഇത്ര പെട്ടെന്നോ എന്ന് ഭവിത ചോദിച്ചു. പെട്ടെന്നല്ലല്ലോ, അവൾ നേരത്തെ തന്നെ തീരുമാനം എടുത്തല്ലേ പോണോന്ന്. അങ്ങനെ നാളെ പോവാ. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, അല്ല അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണോ പോകുന്നത്? അതെ. കൃഷ്ണമോള് ചോദിച്ചു, അല്ലച്ചാ ഏത് വീട്ടിലേക്ക്, എങ്ങനെയുള്ള വീടാ? ഇതിനേക്കാളും നല്ല സൗകര്യമുള്ള വലിയ വീടാ. അവളൊക്കെ എന്താണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടപ്പെടും, നല്ല വീട് തന്നെയാ. ഭവിത പറഞ്ഞു, അച്ഛാ ഇത്ര പെട്ടെന്ന് വേണ്ടിയിരുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം അവളുടെ തീരുമാനങ്ങളല്ലേ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അല്ല എന്തിനാ അച്ഛാ ഇപ്പം അലീന ചേച്ചി പോകുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു. എല്ലാവരേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന നിനക്കാ കൃഷ്ണേ, എന്നിട്ട് നീ തന്നെ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു. കൃഷ്ണമോളൊന്നും മിണ്ടിയില്ല. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നാളെ അവൾ പോകുന്ന സമയത്ത് വെറുതെ സങ്കടം കാണിച്ചേക്കരുത്. സങ്കടം കാണിച്ച് അവളുടെ മനസ്സോടെ വേദനിപ്പിച്ചേക്കല്ല. അവൾക്ക് ഭയങ്കര വിഷമം, പാവം, സമാധാനത്തോടെ എങ്ങനെയെങ്കിലും ഒന്ന് പോയിക്കോട്ടെ. നമ്മളെക്കാളും കൂടുതൽ സങ്കടം അവൾക്ക് കാണും. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കാണ് നഷ്ടം മൊത്തം ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ കൃഷ്ണമോൾക്കും ഭവിതയ്ക്കും ഒക്കെ സങ്കടമായി. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അലീന പോകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വല്ല സങ്കടവും തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിശങ്കർ പുറത്ത് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. എങ്കിൽ ശരിയുടെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മനു കോൾ കട്ട് ചെയ്തു. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കി. ഞാനിതെന്താ കാണുന്നേ? ഒറ്റയ്ക്ക് വരാനോ? അതും കൊല്ലപ്പള്ളി വീട്ടിലേക്ക്? അതെന്താ മനുവേട്ട? അല്ല ഇവിടെ നമ്പർ 1 ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ശത്രുക്കളോ? അല്ല, ആൻറ്റി ആണെങ്കിലും അമ്മയാണെങ്കിലും അറിയാലോ, പിന്നെ അവർക്കൊന്നും ഈ പറയുന്നേ നിന്നെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ, അവരുടെ മടയിലേക്ക് വന്ന് നിന്ന് കൊടുക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മനുവേട്ട, എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കൊള്ളാലോ, അപ്പം നിനക്ക് പേടിയില്ലല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അതെന്താ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് മനുവേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെടായിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അതെന്താ? അല്ല, നീ ഇങ്ങോട്ടേക്ക് വരുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാ, പക്ഷെ ഇങ്ങനെയല്ല നിന്നെ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് പറഞ്ഞു. പിന്നെയോ?
ആ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സമയമുണ്ടല്ലോ. എന്താണെങ്കിലും എൻ്റെ മനസ്സിൽ ആഗ്രഹം നടത്തിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല ഇപ്പോൾ വന്നതിൻ്റെ ഈ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതെ ഒന്ന് യാത്ര പറയാൻ വേണ്ടി വന്നാ. യാത്ര പറയാനോ? അതെ മനുവേട്ട, നാളെ ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറയണം, അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പെട്ടെന്ന് മനുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. മനു ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു, അപ്പം അവരോടൊക്കെ തന്നെ യാത്ര പറയണമല്ലേ? അത് പിന്നെ മനുവേട്ട, എനിക്ക് എൻ്റെ അമ്മയോട് യാത്ര പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നീ അവരോടൊക്കെ യാത്ര പറയുന്നുണ്ട്, എന്നോടോ? ഓ എന്നോട് യാത്ര പറയുന്നില്ലായിരിക്കില്ലേ, ഞാൻ ആരല്ലേന്ന് ചോദിച്ചു. മനുവേട്ട അത് പിന്നെ ഞാൻ വേണ്ട, അവരോട് യാത്ര പറയാൻ വന്നതല്ലേ, യാത്ര പറഞ്ഞിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. വാ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അലീനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെന്നു. ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരോടാ ആദ്യം യാത്ര പറയണേ, അമ്മയോടോ അതോ മുത്തശ്ശിയോടോ എന്ന് ചോദിച്ചു. അമ്മയോട് തന്നെ പറയാമെന്ന് പറഞ്ഞു. കാരണം അമ്മയെ കാണുന്നുള്ള ആഗ്രഹമായിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നേ. വരുന്ന സമയത്ത് ബ്രിജിത്താമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും നീ അവരുടെ മോളാന്നുള്ള കാര്യങ്ങളൊന്നും ആരും അറിയരുതെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അപ്പം അമ്മയെ കണ്ടത് എനിക്ക് യാത്ര പറയണം. ശരിയെങ്കിൽ അയക്കോ. അല്ല ഇവിടെയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? അതെ വല്യച്ഛനും അച്ഛനൊക്കെ ഇവിടെയുണ്ട്. പിന്നെ രഞ്ജിനി അമ്മയും കൂടെ പുറത്ത് വരെ പോയിരിക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യേ, വാ അവിടെ രഞ്ജുവിൻ്റെ മുറിയിലുണ്ട് വൈജാൻറ്റി, അവിടെ വന്ന് യാത്ര പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ മനുഷ്യങ്ങനോടൊപ്പം അലീനെ അങ്ങോട്ട് ചെന്നു. ആൻറ്റിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് കഥവ് തുറക്കുവാണ്. വൈജ അലീനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്താടാ, എന്താ കാര്യം എന്താ? അലീനയ്ക്ക് ആൻറ്റിയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എനിക്ക് ഇവളോടൊന്നും സംസാരിക്കാനില്ല, ഇവളെന്തിനാ എൻ്റെ മുന്നിലേക്ക് വന്നേ? ആൻറ്റി സംസാരിക്കാൻ എന്താ ഉള്ളതെന്ന് സംസാരിക്കട്ടെ. പിന്നീട് അലീനയോട് പറഞ്ഞു, അതെ സംസാരിച്ചു, പക്ഷെ അടി കൂടലെന്ന് മാത്രം, അത്രമാത്രം എനിക്ക് പറയാനുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, എനിക്ക് ഇവളോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? ആൻറ്റി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അവൾ പറഞ്ഞോട്ടെ, ആൻറ്റി അത് കേൾക്കണം, അവൾ പറഞ്ഞിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നീട് അലീനയോട് ചോദിച്ചു, ഞാൻ നിൽക്കണോടെ? വേണ്ട മനുവേട്ടാന്ന് പറഞ്ഞു. മനുഷ്യങ്കർ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൈജയന്തിയുടെ കട്ടക്കലിപ്പിലാണ് അലീനയെ നോക്കുന്നത്. അങ്ങനെ അലീന വൈജയന്തിയോട് പറഞ്ഞു, മാഡം നാളെ ഞാൻ പോകുകയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, ഇത് പറയാൻ വേണ്ടിയാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്കത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ യാത്ര പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല മാഡം, കാരണം ഞാൻ വന്ന നാൾ മുതൽ എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ മാഡത്തിനെ കണ്ടിരിക്കുന്നത്. അന്നും അതെ ഇന്നും അതെ എന്നും അതെ, ഇപ്പോഴും ഞാൻ മാഡത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മാഡം ഹോസ്പിറ്റലായിരുന്ന സമയത്തൊക്കെ എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ പ്രാർത്ഥന ഞാൻ നശിച്ചു പോകണമെന്നായിരിക്കും നീ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചേ. നീ ഒരു ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. നീ വന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കുകയോ ചെയ്തേ. ഞാൻ ഒരിക്കലും മാഡത്തിന് ജീവിതം നശിപ്പിക്കാൻ വന്നവളല്ല. പിന്നെ നീ എന്തിനായിരിക്കും പോലും കഴക്കൂട്ടത്തുനിന്ന് ആനപ്പുറത്ത് കയറി ഇങ്ങോട്ടേക്ക് വന്നേ? മീനച്ചിലാറ്റി മുങ്ങി താഴാൻ പോകുമായിരുന്നോ കടപ്പാട്ട് വീട്ടിലെ കുടുംബം? അതോ ഞങ്ങൾ കടം കയറി മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമായിരുന്നോ? എന്നിട്ടാ രക്ഷിക്കാൻ വേണ്ടി വന്നവളാണോടി നീ? മാഡം അങ്ങനൊന്നും പറയരുത്. പിന്നെ അങ്ങനെ പറയാനോടി, നീ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. നീ വന്നതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നീ വന്നില്ലായിരുന്നു ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. നീ വന്ന എല്ലാം നശിപ്പിച്ച് നീ ഒറ്റയൊരുത്തിയ കാരണം. മാഡം അതങ്ങനെയൊന്നും അല്ല, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചിട്ടില്ല. പിന്നെ നീ എന്ത് കാണാനാടി വന്നേ? മാഡം അങ്ങനെയൊന്നും പറയരുത്. ഞാൻ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അതൊന്നും ഓർത്ത് മാഡം പേടിക്കണ്ട. പിന്നെ അറിയാലോ, മാഡം വീട്ടിലേക്ക് തിരികെ ചെന്നാലും നല്ല രീതിയിൽ തന്നെ വേണം വീട്ടിലെല്ലാവരോടും പെരുമാറാനായിട്ട്. അറിയാലോ, പ്രത്യേകിച്ച് അച്ഛനോട്. അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അറിയാലോ, അച്ഛൻ ഭൂമിയോളം താണാൻ നിൽക്കുന്നേ. ഇനി ആ പാവം മനുഷ്യനെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാഡത്തിന് ജീവവും തന്നെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഒന്ന് പോടി അവിടുന്ന്. 10-22 വർഷക്കാലം ഞാൻ ബാലചന്ദ്രനോടൊപ്പം ജീവിച്ച എനിക്കറിയാം ബാലചന്ദ്രനെ. എന്നിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? മാഡം 10-22 വർഷക്കാലം മുമ്പ് ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ചായിരുന്നല്ലോ. അപ്പം അതും കൂടെ ഒന്നും മനസ്സിലുണ്ടായ നല്ല ആഗ്രഹം വെച്ചുള്ള ആ ജീവിതമേ. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു നിമിഷം വൈജയന്തി ഇങ്ങനെ അലീനയെ തന്നെ നോക്കണം. കേട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തലയ്ക്ക് കൂടെ കൊണ്ടൊരു അടിയേറ്റ പോലെ ഇങ്ങനെ കിറിങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആ ജീവിതം കൺമുന്നിലുണ്ടായ നല്ലതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് പ്രകോപനമായിട്ട് ചെല്ലരുത്. വെറുതെ മാഡത്തിൻ്റെ തലക്കിട്ട് അടി കിട്ടും. മാഡത്തിൻ്റെ കുടുംബത്തെയും പിന്നെ മാഡത്തിൻ്റെ ജീവിതവും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
വെറുതെ അച്ഛൻ്റെ അടുത്തേക്ക് ഓരോന്നും പറഞ്ഞ് ചെല്ലരുതെന്ന്, അച്ഛൻ്റെ അടുത്ത് പോയി താഴ്മയോടെ നിൽക്കണം, അല്ലെങ്കിൽ മാഡത്തിന് പിന്നീട് ഒരു ജീവിതം ഉണ്ടാകത്തില്ലെന്നൊക്കെ അലീന പറഞ്ഞപ്പം എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ മാമ്പഴം എന്ന ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതും കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.